ഇന്ന് ഞങ്ങൾ നാട്ടിൽ നിന്ന് തിരിച്ച് മോൾഡീവ്സിലോട്ട് പോവുകയാണ്. ഞങ്ങളോടൊപ്പം ട്രാവൽ ചെയ്യാൻ ഇന്ന് ഒരു കുഞ്ഞാളൂടെ ഉണ്ട്, ഞങ്ങളുടെ മകൻ അദ്ദു. അവനിപ്പോൾ 6 months ആയിട്ടുണ്ട്. ഇന്ന് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തി. വൈകുന്നേരം 5:20 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. അതുമായിട്ട് പോകുന്ന ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഇവൻ എങ്ങനെയായിരിക്കും എന്നറിയാത്തത് കൊണ്ടും ഇവൻ കോപ്പറേറ്റ് ചെയ്യുമോ എന്നറിയാത്തത് കൊണ്ടും ഞങ്ങൾ കുറച്ച് നേരത്തെ എയർപോർട്ടിലെത്തി. അവന് ഞങ്ങളൊരു ബേബി കാരിയർ മേടിച്ചിരുന്നു. അപ്പം ഞങ്ങൾക്ക് എയർപോർട്ടിൽ അവനെ ക്യാരി ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ലോഞ്ചിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും അവൻ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഉണർന്നു. പിന്നെ ചേട്ടൻ ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. ഫ്ലൈറ്റ് കയറുന്നതിന് മുന്നേ അദ്ദുവിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാമെന്ന് കരുതി. അദ്ദുവിനെ ഫീഡ് ചെയ്ത ശേഷമാണ് പിന്നെ ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗേറ്റ് ഓപ്പൺ ആയി. ഇതാണ് അദ്ദുവിൻ്റെ ഫസ്റ്റ് ബോർഡിംഗ് പാസ്. അത് വളരെ എക്സൈറ്റഡ് ആണ്. ഇപ്പം കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവായെന്ന് തോന്നുന്നു. ആദ്യം ഭയങ്കര മൂടിയായിരുന്നു ആള്. ലാസ്റ്റ് ടൈം മാൽദീവ്സിൽ നാട്ടിലോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ അദ്ദുവിനെ 3 months പ്രഗ്നൻ്റ് ആയിരുന്നു. അന്ന് ജെൻഡർ ഏതാണെന്ന് അറിയില്ല, NT സ്കാൻ കഴിഞ്ഞിട്ടില്ല, ഡബിൾ മാർക്കർ ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നാട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്തത്. ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്തിട്ട് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി NT സ്കാനും ഡബിൾ മാർക്കറും ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന് ബേബി ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങളൊന്ന് ഹാപ്പി ആയത് തന്നെ. അതിനുശേഷം ഇപ്പോൾ തിരിച്ച് മാൽദീവ്സിലോട്ട് പോകുമ്പോൾ വാവ കൂടെ ഉള്ളതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പം ഞങ്ങൾ. കാരണം അന്ന് എൻ്റെ വയറ്റിലുണ്ടായിരുന്ന വാവ ഇന്നിപ്പോൾ എൻ്റെ മടിയിലിരുന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈ ചെയ്യാൻ പോവുകയാണിപ്പോൾ. ടേക്ക് ഓഫിൻ്റെ സമയത്തും ലാൻഡിങ്ങിൻ്റെ സമയത്തും ബേബിയെ ഫീഡ് ചെയ്യുക. അപ്പോൾ ഫീഡ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എലിവേഷൻ ചേഞ്ചിൽ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യും. അത് അവരുടെ ഇയേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആണ്. ഫ്ലൈറ്റിലിരുന്ന് അവനൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ ടോയ്സും അവൻ്റെ ടീച്ചറും ഫ്രൂട്ട് നിബ്ലറും ഒക്കെ കൊണ്ടുപോയായിരുന്നു. പക്ഷെ അവൻ അതൊന്നും അല്ലായിരുന്നു വേണ്ടത്. അതൊക്കെ കുറച്ചു നേരം കളിച്ചിട്ട് പിന്നെ അവൻ മടുത്തു. പിന്നെ അവൻ അവിടെ കിട്ടിയതൊക്കെ എടുത്തു വെച്ച് കളിച്ചു. ട്രിവാൻഡ്രത്ത് നിന്ന് മാൽദീവ്സിലോട്ട് ഏകദേശം ഒരു നിയർലി 1 hour ആണ് ട്രാവല്. ഇപ്പോൾ ഫുഡ് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും മാൽദീവ്സ് എത്തും. എനിക്കിപ്പോൾ ഫുഡ് വേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടനോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞു. ആ ടൈം ഞാൻ അവനെ ഹാൻഡിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കഴിച്ചു. അപ്പോൾ ചേട്ടനാണ് അവനെ ഹാൻഡിൽ ചെയ്തത്. ഇതാണ് ഞങ്ങൾക്ക് മോൾഡീവിയൻ ഫ്ലൈറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ്. ഒരു ചിക്കൻ ബിരിയാണി വിത്ത് മഷ്റൂംസ്, പിന്നെ ഡെസേർട്ട് ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു, ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നു.
ലാൻഡിങ്ങിന് ടൈമായി. ഇനി നമുക്ക് മാൽദീവ്സ് ഐലൻഡ്സിന്റെ വ്യൂ ഫ്ലൈറ്റിൽ നിന്ന് കാണാം. ഈ കാണുന്ന ഐലൻഡൊക്കെ റിസോർട്ടാണ് കേട്ടോ. ആ കാണുന്നതാണ് മാല ഐലൻഡ്. മാൽദീവ്സിലെ ക്യാപിറ്റൽ സിറ്റിയാണ് മാല ഐലൻഡ്. മാല ഐലൻഡിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ ഇപ്പൊ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഹുൽഹുല ഐലൻഡിലാണ്. എയർപോർട്ട് ഉള്ളത് ഹുൽഹുല ഐലൻഡിലാണ്. ഫൈനലി ലാൻഡ് ചെയ്തു. നമ്മളിപ്പോൾ വെല്ലാന ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇമിഗ്രേഷനെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. എയർപോർട്ടിലെ ഫീഡിംഗ് റൂമിൽ അവന് ഫീഡ് ചെയ്ത ശേഷമാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. എയർപോർട്ടിലുള്ള ഐലൻഡിൽ നിന്ന് നമ്മുടെ ഐലൻഡായ മാല ഐലൻഡിലോട്ട് നമുക്ക് പോകാൻ ഒന്നുകിൽ ടാക്സി വിളിക്കാം, അല്ലെങ്കിൽ ഫെറി സർവീസാണ് ഉള്ളത്. ഇപ്പോൾ നമ്മൾ ടാക്സി വിളിച്ചാണ് പോകാൻ പോണത്. അത് നല്ല ഗുഡ് ബൈ ആയിട്ട് തന്നെ ഇരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ടാക്സി വിളിക്കണം നമ്മളെ ഐലൻഡിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് ലഗേജ് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് വലിയ വണ്ടി വേണം വിളിക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫൈനലി നമ്മുടെ ടാക്സി എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഐലൻഡിലോട്ട് പോവാം. അത് കുറച്ച് ടയേർഡാണ്. എത്രയും പെട്ടെന്ന് ഇനി അവനെ ഫീഡ് ചെയ്യണം, അവനെ ഉറക്കുകയും വേണം. ഞങ്ങളുടെ ഐലൻഡിലോട്ട് ഇനി ഏകദേശം ഒരു 5 മിനിറ്റേ ഉള്ളൂ ടാക്സിയിൽ. അപ്പൊ എത്രയും പെട്ടെന്ന് എത്തുക തന്നെ ചെയ്യും.